അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വിശുദ്ധ ഖുർആനിൽ നാം എപ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു സൂറത്ത്. പല ആളുകളും ഖുർആനിൻ്റെ ചെറിയ ചെറിയ സൂറത്തുകളൊക്കെ ഒന്ന് പറയണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നിരന്തരമായി ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഇഖ്ലാസ് എന്ന സൂറത്തു തൗഹീദ് നിരന്തരമായി ഓതിക്കൊണ്ടിരിക്കുന്ന 3 ഖുൽഹു അല്ലാഹു അഹദ് സൂറത്ത് ഓതുകയാണെങ്കിൽ ഒരു ഖത്തം ഓതിയ പ്രതിഫലമാണ്. അതിനൊരു ഖത്ത് ഓതിക്കാണ്ട് ഒരു 3 ഖുൽഹു അല്ലാഹു ഓതിക്കാണ്ട് ഒരു ഖത്ത് ഒഴിവാക്കി എന്നല്ല, മറിച്ച് അതിൻ്റെ പ്രതിഫലം കിട്ടുമെന്നാണ്. ഉറങ്ങാൻ നേരത്ത് 3 ഖുൽഹു അല്ലാഹു അഹദ് ഓതുക. അത് ഓതുമ്പോൾ പല ആളുകളും നിരന്തരം ഓതുന്നത് കൊണ്ട് വേണ്ടത്ര ശ്രദ്ധിക്കാറില്ല. ഖുൽഹു അല്ലാഹു അഹദ് ഖുൽഹു അല്ലാഹു അഹദ് എന്ന് പറഞ്ഞിങ്ങനെ ഓതാറുണ്ട്. ഒരക്ഷരത്തിന് പിഴവ് പറ്റിയാൽ അർത്ഥം മാറും. ഖുൽ എന്നത് ഖാഫ് ത്വാ ജീമ് ബാ ജീമ് ദാല് കുത്തുബ് ജദ്, ഈ 4-5 അക്ഷരം മുഴങ്ങി പറയണം. ഖുൽ ഹുവല്ലാഹു, നബിയെ തങ്ങൾ പറയുക ഹുവ. അപ്പോൾ ആരോ പറഞ്ഞിട്ടുണ്ട്, മുശ്രിക്കീങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനെ കുറിച്ച് അവർ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കുക, ഖുൽ നബിയെ തങ്ങൾ പറയുക ഹു അല്ലാഹ്, അവൻ അള്ളാഹുവാണ്, അഹദ് ഏകനാണ്. ഷിർക്കിൻ്റെ നിർവചനം, ഷിർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ്, എപ്പോഴും വലിയ അർത്ഥവത്തായ ഒരു പോയിൻ്റ്. ജീവിതത്തിൽ അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചെറിയൊരു സൂറത്തിലൂടെ വിശാലമായി പറഞ്ഞിരിക്കുകയാണത്. ഖുൽ നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക ഹു അല്ലാഹ്, അവൻ അല്ലാഹു തആല അഹദ് ഏകനാണ്. അള്ളാഹു ഏകനാണ്, രണ്ടില്ല, ഒരുപാട് ദൈവങ്ങളില്ല, ഒന്നേ ഉള്ളൂ. അവനാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത്. ലൗകാന ഫീഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹ ലഫസദത, അല്ലാതെ വേറെ ദൈവങ്ങളുണ്ടെങ്കിൽ ഈ ലോകം ഫസാദായി പോകും. ഒരാളോട് അഭിപ്രായം പറയാനില്ല, സ്വന്തമായ ഏകാധിപത്യ തീരുമാനം. 2 പേരും മുഷാവറ ചെയ്യേണ്ട കാര്യമില്ല. അള്ളാഹു എടുക്കുന്ന തീരുമാനം അള്ളാഹു മാത്രമാണ്. അവിടെ വേറൊരാൾക്കൊരു ചോയ്സ് ഇല്ല, വേറൊരു ഇലാഹ് അവിടെ ഇല്ല. അവൻ ഏകൻ തന്നെയാണ്. അഹദ് എന്ന വാക്ക് ഏകനാണ്, ഒന്നാണ്. നമ്മളിപ്പോൾ പലപ്പോഴും നമ്മളൊരാളെ ബഹുമാനിച്ചിട്ട് നിങ്ങളെന്ന് വിളിക്കുമ്പോൾ ആ നിങ്ങൾ എന്ന പദത്തിൽ ഒരാൾ മാത്രമല്ല. നിങ്ങളെവിടെ നിന്നാണ് വരുന്നത്? അതിൽ ഒരാൾ മാത്രമല്ല, ചിലപ്പോൾ 2 ആൾ വന്നാലും നിങ്ങളെന്ന് പറയും. അതുപോലും വന്നു പോകാതിരിക്കാനാണ് അള്ളാഹുവെ നീ എന്നെ കാക്കണേ, നിൻ്റെ ഔദാര്യം, നിൻ്റെ കുതിരത്ത് എന്ന് പറയുന്നത് ബഹുമാന സൂചകം തന്നെയാണ്. പക്ഷേ അവിടെ നിങ്ങൾ എന്നൊരു പദം പോലും ആ വഹദാനിയത്തിൽ വന്നു ചേരരുത് എന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അള്ളാഹു അഹദ്, അള്ളാഹു സ്വമദാണ്. അള്ളാഹു ആരെയും ആശ്രയിക്കുന്നില്ല. എങ്കിലോ നമ്മൾ എല്ലാവരും അള്ളാഹുവിനെ അങ്ങോട്ട് ആശ്രയിക്കണം. നമ്മൾ സംസാരിക്കുന്നത്, നമ്മുടെ ശ്വാസം, നമ്മളെ എല്ലാറ്റും അള്ളാഹിൻ്റെ ഔദാര്യമില്ലാതെ, അള്ളാഹുവിനെ ആശ്രയിക്കാതെ ലോകത്തൊരാൾക്കും ഒരു പുൽച്ചെടിക്ക് പോലും, ഒരു അചേതന വസ്തുക്കൾക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അള്ളാഹു സ്വമദാണ്. ഉദാഹരണം, ഞാൻ ജീവനുള്ളവനാണ്, അള്ളാഹു ജീവനുള്ളവനാണ്. അള്ളാഹു കേൾക്കുന്നവനാണ്, ഞാനും കേൾക്കുന്നവനാണ്. എൻ്റെ കേൾവിക്കും എൻ്റെ ജീവനും പരിധിയുണ്ട്. അള്ളാഹുവിൻ്റെ കേൾവിക്കും അള്ളാഹുവിൻ്റെ ജീവനൊന്നും പരിധിയില്ല. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ കേൾക്കുന്നു, ഞാൻ കാണുന്നു, അള്ളാഹു കാണുന്നു. എൻ്റെ കാഴ്ചക്ക് പരിധിയുണ്ട്. എനിക്ക് ഈ ചുമര് വിട്ട് അപ്പുറത്തെന്ത് നടക്കുന്നു എന്ന് എനിക്കറിയില്ല. എൻ്റെ കാഴ്ചക്ക് പരിധിയുണ്ട്, അള്ളാഹുവിൻ്റെ കാഴ്ചക്ക് പരിധിയില്ല. ലം യലിദ്, അവൻ പ്രസവിക്കുകയില്ല, സന്താനോൽപാദനം നടത്തുകയില്ല. വലം യൂലത്, അവൻ പ്രസവിക്കപ്പെടുന്ന ഒരു കുട്ടികൾ ഉണ്ടാവില്ല. അത് സന്താനോൽപാദനം മനുഷ്യ സഹജമായി ഉണ്ടാകുന്ന ഒന്നും അള്ളാഹുവിനില്ല.
കാഫിരിങ്ങൾ പറയാറുണ്ട്, മുശ്രിക്കീങ്ങൾ പറയാറുണ്ട്, ഉസൈർ ഇബ്നുള്ള, മലായിക്കത്ത് ബനാത്തുള്ള, ഉസൈർ അള്ളാൻ്റെ മോനാണ്. ക്രിസ്ത്യാനികൾ പറയും മസീഹ് ഈസബിന് മറിയം അള്ളാഹുവിൻ്റെ മകനാണ്, മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺകുട്ടികളാണ് എന്നൊക്കെ പറയാറുണ്ട്. അതിനെ ഗണ്ണിക്കുകയാണ്. പ്രസവിക്കുക, പ്രസവിക്കപ്പെടുക, വിവാഹം കഴിക്കുക, ഇങ്ങനത്തെ ഒരു വിഷയം അള്ളാഹുവിനില്ല. വലം യക്കുല്ലഹു കുഫുവൻ അഹദ്, അതിലെല്ലാം പെട്ടു. അവനോട് തുല്യമായി ലോകത്ത് മറ്റൊന്നുമില്ല. നാം എങ്ങനെയാണോ നമ്മുടെ മനസ്സിൽ അള്ളാഹു ഉള്ളത് എങ്കിൽ അതുപോലെ അല്ല അള്ളാഹ്. ഒരു നിലയിലും ഒരാളോടും ഒരു നിലക്കും കുഫു വെക്കാൻ, യോജിക്കാൻ കഴിയില്ല. വ്യത്യസ്തനായി, മനുഷ്യ സഹജമായി നമ്മൾ അറിയുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് അള്ളാഹു തആല. നാം ചിന്തിക്കുന്നത് പോലെയല്ല, നാം വിചാരിക്കുന്നത് പോലെയുമല്ല. ഒരു നിലക്ക് മുഖാലിഫുലിൽ ഹവാദിസി, പുതുതായി ഉണ്ടായി നമ്മൾ ചിന്തിക്കുന്ന എല്ലാത്തിനേക്കാളും വ്യത്യസ്തമാണ് അള്ളാഹു തആല. നാം കാണാത്തൊരു വസ്തുവിനെ, ഒരാളെക്കുറിച്ച് നമ്മളൊരാൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിത്രം വരും എങ്കിൽ അതുപോലുമല്ല അള്ളാഹു തആല. അങ്ങനെ ചിത്രം വരാൻ പോലും പറ്റുകയില്ല എന്നുള്ള വ്യത്യസ്തമായ വിശുദ്ധ ഖുർആനിൻ്റെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്നത്. അത് ഖുൽ ഹുവല്ലാഹു അഹദ്. അഹദ് എന്നത് അഹദ് എന്ന് പറയാൻ പറ്റില്ല. അഹദ് ശരിക്ക് വ്യക്താക്കണം. ദ് എന്നത് അഹദ്, അഹദ് എന്ന് പറഞ്ഞു വെക്കണം. അള്ളാഹു സ്വമദ്. കാരണം കാഫ്, ത്വാ, ബീ, ബാ, ജീമ്, ദാല് ഈ അക്ഷരങ്ങളൊക്കെ മുഴക്കത്തോടെ വെക്കണമെന്നാണ്. അത് സുക്കൂനാവുമ്പോൾ മുഴക്കത്തോടെ വെക്കണം. ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ് എന്ന് നല്ല വ്യക്തമായി ഓതി പഠിക്കാൻ ശ്രമിക്കണമെന്ന് ഉറപ്പെടുത്തുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.